ഒരൊറ്റപ്പെട്ട മരുഭൂമി. ആ മരുഭൂമിയിൽ കുറച്ചധികം മനുഷ്യരുണ്ട്. അവർ കഴിക്കുന്നത് സാധാരണ ഇറച്ചിയല്ല, പകരം മനുഷ്യരുടെ ഇറച്ചിയാണ്. ആ മരുഭൂമിയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തോട്ട് ആ രാജ്യക്കാരുടെ അനുവാദം ഇല്ലാതെ വരുന്ന ആൾക്കാരാണ്. അവർ ആ മരുഭൂമിയിൽ കൊണ്ടുവിടും. ആ മരുഭൂമിയിൽ അങ്ങനെ നടക്കുന്ന ആൾക്കാരെ ഇവർ പിടിച്ചുകൊണ്ട് വരും. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ അവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരുടെ ഓരോ അവയവങ്ങളായിട്ട് വെട്ടി മുറിച്ച് തിന്നും. ചിലർ ജീവനോടെ രക്ഷപ്പെടും, ചിലർ രക്ഷപ്പെടത്തില്ല. അങ്ങനെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹീറോയിനെ പിടിച്ചുകൊണ്ട് വരും. എന്നാൽ അവർക്ക് പിടിച്ചുകൊണ്ട് വന്ന ആള് മാറിപ്പോയി. അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അവൾ ഉപദ്രവിച്ചവരൊക്കെ അവൾ എന്ത് ചെയ്ത് കാണും? ഇനിയിപ്പം അവൾ അവരെ മുറിച്ച് തിന്നു കാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2016 പുറത്തിറങ്ങിയ ദ ബാഡ് വാച്ച് എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്താൽ അത്രയധികം ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ 2 പോലീസുകാർ ഒരു പെൺകുട്ടീനെ ഒരു മരുഭൂമിയിൽ കൊണ്ടാക്കുകയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിസയാണ്. ലിസ അനധികൃതമായിട്ട് USA കടന്നു കയറാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർ തൂക്കിയിട്ട് അവളെ മരുഭൂമിയിൽ കൊണ്ട് കളഞ്ഞേക്കുകയാണ്. ആ മരുഭൂമി എന്ന് വെച്ചാൽ കുറേ അധികം ഉണ്ട്. എങ്ങോട്ട് പോകണമെന്ന് പോലും പറയാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ കയറി വരുന്ന ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടാണ് കളയാറ്. അതേപോലെ തന്നെ ലിസനെയും കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ലിസയ്ക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. അവൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ലിസ യാത്ര തിരിക്കും ആ ഒരു മരുഭൂമിയിലോട്ട്. കയ്യിൽ തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളവും കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും എല്ലാം ഉണ്ട്. അതൊക്കെ എടുത്ത് നേരെ ചെല്ലുന്നതാവട്ടെ ഒരു കാറിന്റെ അടുത്താണ്. അവിടെ ഒരു കാറ് ആരോ ഉപേക്ഷിച്ച നിലയിൽ കിടപ്പുണ്ട്. പതിയെ ചെന്ന് ആ കാറിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കാരണം നല്ല വെയിലല്ലേ പുറത്ത് നിന്നാൽ എന്തായാലും കരിഞ്ഞു പോകും. കുറച്ചു നേരത്തെ ആശ്വാസത്തിന് വേണ്ടി വണ്ടിയിൽ കയറി ഇരുന്നതാണ്. എന്നാൽ അവള് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ആ വണ്ടിയുടെ പിന്നിലൂടെ അങ്ങ് ദൂരത്തായിട്ട് വേറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്, ഏതോ ഒരു കുഞ്ഞു വണ്ടിയിൽ. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവൾ അത് ശ്രദ്ധിക്കുന്നത്. അവരടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയതും അന്നെ ജീവനും കൊണ്ടോടും. പക്ഷേ അവര് വിടത്തില്ല. അതിനകത്തൊരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ സ്ത്രീ ചാടി അവളുടെ മണ്ടയ്ക്കൂടെ വീഴാണ്. അങ്ങനെ ലിസേനെ പിടിച്ചു കഴിഞ്ഞു. കട്ട് ചെയ്താൽ ലിസ കണ്ണു തുറക്കുമ്പോഴാവട്ടെ അവളെ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അവള് ബഹളം വെക്കാൻ തുടങ്ങും. എന്നെ വെറുതെ വിട്, എന്നെ അഴിച്ചുവിടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നേരത്തെ പിടിച്ച ആ സ്ത്രീ ഇല്ലേ, ആ സ്ത്രീ അങ്ങോട്ട് വരുവാണ്. അവളുടെ കയ്യിൽ എന്തോ ഒരു തരം ഇഞ്ചക്ഷൻ കുത്തി വെക്കുന്നുണ്ട്. പിന്നീട് ആക്സോ ബ്ലേഡ് ഇട്ട് അവളുടെ കൈ മുറിക്കാനായിട്ട് തുടങ്ങും. അതും പച്ചയ്ക്ക് മുറിക്കാനായിട്ട് തുടങ്ങും. അവള് വേദന കൊണ്ട് ബോധം കെട്ട് പോവുകയാണ്. എന്നാലും ഈ സ്ത്രീ വിടത്തില്ല. അവളുടെ കൈ അറുത്ത് മാറ്റിയതിനു ശേഷം അവളുടെ കാലുകൂടെ അറുത്ത് മാറ്റുകയാണ്. ഒരു കൈയും ഒരു കാലും അറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ എടുത്തുകൊണ്ട് വരുവാണ്, ചൂടാക്കിയ ഒരു പാൻ. എന്നിട്ട് ആ മുറിച്ച സ്ഥലത്ത് വെച്ച് അമക്കി കൊടുക്കും. കാരണം കൂടുതൽ ബ്ലഡ് പോയിട്ട് അവള് മരിക്കാതിരിക്കാനായിട്ടാണ്. ഈ മരുഭൂമി ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഇല്ല. ഈ ഒരു മാംസം സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഓരോ ദിവസമായിട്ട് വെട്ടി തിന്നാനായിട്ടാണ്. ഇപ്പൊ അവളുടെ കാലും കയ്യും അറുത്ത് മാറ്റിയതിനു ശേഷം അവൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പൂട്ടിയിടും. അവൾക്കിപ്പോ ഒരു കാലും കയ്യും ഇല്ലേ, ഒരു ബോധവും ഇല്ല, അങ്ങനെ കിടക്കുകയാണ് അവള്. ഇപ്പൊ അതിന്റെ പുറം ഭാഗത്ത് കാണിക്കുകയാണെങ്കിൽ കുറെ അധികം ആൾക്കാർ അവിടെ ഉണ്ട് ഈ ഒരു മനുഷ്യന്റെ മാംസം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ലിസേനെ മാത്രമല്ല അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്, പലതരം ആൾക്കാർ അവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന പാവപ്പെട്ട ആൾക്കാരെ എല്ലാരെയും അവർ പിടിച്ച് കെട്ടിയിട്ട് അവയവങ്ങൾ മുറിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? ഇയാളുടെ പേരാണ് മാക്സ്. നമ്മുടെ കഥയുടെ ഹീറോയാണ്. മനുഷ്യ മാംസം തിന്നാറുണ്ട്. ഇപ്പൊ ലിസേനെ കാണിക്കുകയാണെങ്കിൽ ലിസയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. അവൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റത്തുള്ളൂ. അടുത്ത കൈയും കാലും മുറിക്കാനായിട്ട് ആൾക്കാർ എന്തായാലും വരും. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു കാര്യങ്ങൾ കഴിക്കാനായിട്ട്. നിങ്ങൾ പുറത്ത് കണ്ടില്ലേ ഒരുപാട് ആൾക്കാര്, അവരാണ് ഈ മാംസങ്ങളൊക്കെ കഴിക്കുന്നത്. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവളെ തിന്നാനായിട്ട് ഇനി ആൾക്കാർ വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? കുറെ അധികം മലം എടുത്തിട്ട് അവളുടെ ദേഹത്തെല്ലാം കൂടെ പുരട്ടി വെക്കുകയാണ്. അത് അവളുടേത് തന്നെയാണ്. അവൾ അവിടെ ഇരുന്ന് തന്നെ ചെയ്തതാണത്. എന്നിട്ട് അതെടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തേച്ച് വെക്കും. കുറച്ച് കഴിയുമ്പോൾ ആ സ്ത്രീ വന്ന് നോക്കുമ്പോൾ, ഇവരെ കഴിക്കുന്ന ആ സ്ത്രീ വന്ന് നോക്കുമ്പോൾ ലിസയുടെ ദേഹത്ത് എല്ലാം മലം പറ്റിയിരിപ്പുണ്ട്. ആ സ്ത്രീ ലിസേനെയും വലിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവരാണ്. എന്തായാലും ഇത് വെച്ച് കഴിക്കാനായിട്ട് കഴിയത്തില്ല. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവളെ കഴുകി വൃത്തിയാക്കാനായിട്ട് പുറത്തോട്ട് എടുത്തോണ്ട് വന്നതാണ്. അവര് വെള്ളവും തുണിയും ബക്കറ്റൊക്കെ എടുക്കാൻ പോകുന്ന നേരത്ത് ലിസയ്ക്ക് സൈഡിൽ നിന്ന് ഒരു കമ്പി കിട്ടും. ആ കമ്പി എടുത്ത് ലിസ സൈഡിൽ ഒളിപ്പിച്ചിടുകയാണ് അവളുടെ ദേഹത്തിനോട് ചേർത്ത്. ആ ലേഡി വന്നിട്ട് വെള്ളത്തിന്റെ കാര്യം നോക്കുമ്പോൾ അവൾ ആ കമ്പി എടുത്ത് ആ ലേഡിനെ തുരുതുരാ അടിക്കും. അവൾക്ക് എത്ര അടിച്ചിട്ടും ദേഷ്യം തീരുന്നില്ല. അവരുടെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ തലയിൽ പലതവണയായിട്ട് അടിക്കുന്നുണ്ട്. അടിച്ച് ഞണിക്ക് നശിപ്പിച്ച് കളയാണ്. അതുപോലെ തന്നെ വേറൊരു പുരുഷനാണെങ്കിൽ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അയാൾ അവിടെ പൂട്ടിയിട്ടേക്കുന്നതാണ്. അയാളുടെ കാലും വെട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷെ 2 കൈ ഉണ്ട് കേട്ടോ. എന്നാൽ ലിസയ്ക്ക് ഒരു കൈയും ഒരു കാലും ഇല്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടാണ്. അങ്ങനെ ലിസയാണെങ്കിൽ അവൾക്ക് പറ്റുന്ന രീതിയിൽ അവളെ എഴയാനായിട്ട് തുടങ്ങും. ആ ഒരു സ്ത്രീനെയും അടിച്ചിട്ടതിന് ശേഷം നേരെ ചെല്ലുന്നതാവട്ടെ അവളുടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ്. അവിടെ ചെല്ലുമ്പോൾ അവളുടെ ഒരു സ്കേറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. ആ സ്കേറ്റ് ബോർഡിനകത്തോട്ട് കയറി ഞെരങ്ങി പോകാനായിട്ട് തുടങ്ങും. പക്ഷെ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഞെരങ്ങാനായിട്ട് കഴിയുക? അവൾ ഒരുപാട് ഞെരങ്ങാനായിട്ട് ശ്രമിച്ച് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവൾ മരുഭൂമിയിൽ കിടക്കുകയാണ്. അവളുടെ ബോധം എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറെ അധികം കാക്കകൾ അവളെ കൊത്തിയെടുക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ കുറച്ചധികം തീറ്റ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഉപദ്രവിക്കുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും അവളെ കൊത്തി പിരുത്തും. ആ ഒരു മനുഷ്യൻ അതൊരു അപ്പൂപ്പനാണ്. ഈ ആക്രികളൊക്കെ പറക്കുന്ന ഒരു അപ്പൂപ്പനാണ്. ആ ആക്രി അപ്പൂപ്പനാണെങ്കിൽ അവളെ വണ്ടിക്കകത്ത് എടുത്തിട്ട് അങ്ങനെ ഉരുട്ടിക്കൊണ്ട് കൊണ്ടുപോവാണ്. അത് ആ നരഭോജികളുടെ അടുത്തല്ല,
കംഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പം നമ്മൾ കുറെ നരഭോജികളെ കണ്ടില്ലേ, അവര് താമസിക്കുന്നത് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ അവളെ കൊണ്ടുപോയിരിക്കുന്നത് കംഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇതുപോലെ മനുഷ്യനെ തിന്നുന്ന ആൾക്കാരൊന്നും അല്ല, സാധാരണ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ലിസേനെ ഇടുകയാണ്. കട്ട് ചെയ്താൽ 5 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അതും ആ ഗ്രാമത്തിലാണ് കാണിക്കുന്നത്. ഇത്തിരി ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനെ പോലത്തെ ഒരാളുണ്ട്. അയാളാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് വേണം, ഫ്രീ ആയിട്ട് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ആരും കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അയാൾ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ആ നേരമായിരിക്കും ലിസ ഇത് കേൾക്കുന്നത്. അവൾക്ക് ജീവനുണ്ട് കേട്ടോ. അവൾ ചോദിക്കും എന്ത് കാര്യമാണെന്ന്. അയാൾ പറഞ്ഞു കൊടുക്കത്തില്ല, നീ തന്നെ കണ്ടുപിടിച്ചോളാൻ പറയും. എന്തായാലും കുറെ നേരം അവൾക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചത് കൊണ്ട് തന്നെ അവൾ പതിയെ പതിയെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ അവളുടെ ഒരു വെപ്പുകാലുണ്ട്, അതുകൊണ്ട് തന്നെ നടക്കാനായിട്ട് കഴിയുന്നുണ്ട്. രാത്രിയാവുന്ന സമയത്ത് ആ ഒരു മാക്സിനെയാണ് കാണിക്കുന്നത്. അവൻ അവന്റെ സ്ഥലത്തുണ്ട്. അവനും വേറൊരു ലേഡിയും പിന്നെ അവനൊരു കുട്ടിയുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ കുട്ടിയുടെ ഡ്രോയിങ്സ് വരയ്ക്കാണ്. ആ കുട്ടിക്ക് വേണ്ടി ഒരു ഫോട്ടോ വരച്ചു കൊടുക്കുകയാണ്. അത് കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും ഇതൊക്കെ വരച്ചു കൊടുത്തിട്ട് അവൻ പതിയെ പുറത്തോട്ട് ഇറങ്ങി വരും. അവിടെ തന്നെ ഒരു സ്ത്രീയെ പിടിച്ച് കെട്ടിട്ടിട്ടുണ്ട്. അവര് പരമാവധി നിലവിളിക്കുന്നുണ്ട്, എന്നെ വെറുതെ വിട്, എന്നെ കൊണ്ട് ഇനി കഴിയൂല എന്ന് പറഞ്ഞിട്ട്. അവരുടെ കൈയും കാലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വെട്ടിയെടുത്ത് തിന്നാനായിട്ടാണ് മാക്സ് അങ്ങോട്ട് ചെന്നേക്കുന്നത്. എന്നാൽ ആ സ്ത്രീ പരമാവധി പറഞ്ഞു നോക്കുമ്പോൾ അവൻ അടുത്ത് ചെന്ന് ആ സ്ത്രീയുടെ മുഖത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. ഒറ്റ തിരികലാണ് കഴുത്ത്. അവിടെ വെച്ച് തന്നെ ആ സ്ത്രീ മരണപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് വെട്ടി വെട്ടി തുണ്ട പീസാക്കാണ്. അതിനുശേഷം എന്താ ചുട്ടു തിന്നും. അവനും അവന്റെ മോളും പിന്നെ വേറൊരു ലേഡിയും കൂടെ. ഇവരെല്ലാം നരഭോജികളാണ്. ഈ ഒരു മരുഭൂമിയിൽ അവരിങ്ങനെയാണ് ജീവിക്കുന്നത്. ആരെങ്കിലും പുതിയതായിട്ട് ഈ ഒരു സ്ഥലത്തോട്ട് വന്നാൽ അവരെ പിടിച്ച് ചുട്ടു തിന്നും. അതും അനുവാദം ഇല്ലാതെ രാജ്യത്ത് കയറുന്ന ആൾക്കാരെ രാജ്യക്കാര് തിരിച്ച് ഈ മരുഭൂമിയിൽ കൊണ്ടാക്കും, തിരിച്ചവരുടെ രാജ്യത്തോട്ട് പറഞ്ഞു വിടാതെ. അങ്ങനെ ഒരു ശിക്ഷയാണ് കൊടുക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ ലിസയ്ക്ക് എന്തോ വിഷമം പോലെ. അവൾക്കൊരു കൈയും കാലും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മോഡലിന്റെ കൈയും കാലും വെട്ടിയതിനു ശേഷം കണ്ണാടിയിൽ ഒട്ടിക്കുകയാണ്. എന്നിട്ട് അവൾ ദൂരോട്ട് മാറി നിന്ന് അവളുടെ കൈയും കാലും പോലെ അത് ആസ്വദിക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരു കൈയും കാലും നഷ്ടപ്പെട്ടു പോയപ്പോൾ. പിന്നീട് അവൾ ഒരു തോക്കെടുത്ത് ആ ഒരു സ്ഥലത്തുനിന്ന് പുറത്തോട്ടിറങ്ങുകയാണ്. ആ കംഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആ മരുഭൂമിയിലോട്ട് പോവുകയാണ്. വീണ്ടും മാക്സിനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ മാക്സിന്റെ കുട്ടിയും അതുപോലെ തന്നെ കൂടെ ഉള്ള ആ ഒരു ലേഡിയില്ലേ, ആ ആഫ്രിക്കൻ ലേഡി, അവരെല്ലാരും കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ പറക്കാനായിട്ട് പോകുന്നുണ്ട്. അതൊരു വണ്ടി എടുത്തിട്ടാണ്. മാക്സ് ആ സമയം അവന്റെ സ്ഥലത്ത് നിൽക്കും. ഇപ്പൊ ആ നരഭോജികളുടെ ഗ്രാമത്തിലല്ല, ഇവർ കുറച്ച് പ്രൈവസിക്ക് വേണ്ടി മാറിയിട്ടാണ് താമസിക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവ ആ ഗ്രാമത്തിലൊക്കെ പോവാറുണ്ട് കേട്ടോ. എന്തായാലും കുട്ടിയും ആ ഒരു സ്ത്രീയും കൂടെ ആക്രിയൊക്കെ പറക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് തട്ടുന്ന സ്ഥലം. അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ ആ ഒരു സ്ത്രീ ഒരു കണ്ണാടി കിടക്കുന്നത് കാണും. മുഖം നോക്കുന്ന ഒരു കണ്ണാടി. അതെടുക്കാനായിട്ട് പതിയെ അതിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവരുടെ കാല് തന്നിട്ട് കാല് മുറിയാണ്. ആ ഒരു വേദന കൊണ്ട് താഴെ ഇരുന്ന് പോകും. ആ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ വെള്ളം എടുത്തിട്ട് അത് തിരിച്ചു പോവാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ലിസ മാറി നിൽപ്പുണ്ട് കേട്ടോ. അവള് നടന്ന് ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അവള് പതിയെ പതിയെ അവരുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അന്ന് ആദ്യമായിട്ട് ഇവളെ പിടിക്കാൻ വന്ന ആൾക്കാർക്ക് ആ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ. കംഫോർട്ടിലുള്ള ആൾക്കാർക്കും ആ ഒരു വണ്ടിയുണ്ട്. എന്നാൽ അവളുടെ ഓർമ്മയിൽ ഇവളെ ഉപദ്രവിക്കാൻ വന്ന ആൾക്കാർക്കാണ് ആ ഒരു വണ്ടി ഉള്ളത്. അങ്ങനെ അത് അവരാണോ എന്ന് അറിയാനായിട്ടാണ് ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആ സ്ത്രീ വയ്യാതെ താഴെ ഇരിക്കുന്നുണ്ട്. കുട്ടിയാണെങ്കിൽ കുടിക്കാനായിട്ടും അതുപോലെ തന്നെ ആ മുറിവ് കഴുവാനായിട്ടും വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ലിസ പതിയെ അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ കംഫോർട്ടിലുള്ളതാണോ അതോ ബ്രിഡ്ജിലുള്ള ആൾക്കാരാണോ എന്ന് ചോദിക്കും. എന്നാൽ ആ സ്ത്രീക്ക് മറുപടിയില്ല. അപ്പൊ തന്നെ ലിസയ്ക്ക് മനസ്സിലായി ആ ഒരു സ്ത്രീ ബ്രിഡ്ജിലുള്ള ആൾക്കാരാണെന്ന്. അപ്പൊ നിങ്ങൾ മനുഷ്യ ഇറച്ചി തിന്നും, ഈ കുട്ടി മനുഷ്യ ഇറച്ചി തിന്നുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങളെ വെറുതെ വിടുവാണെങ്കിൽ നിനക്ക് എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ തരാന്ന്. പക്ഷെ ലിസ അത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ് ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട്. അവളുടെ കാലും കൈയും തിന്ന മനുഷ്യരാണ്, വെറുതെ വിടുവോള് ഇല്ല, ഒറ്റ പൊട്ടിയിലാണ്. പിന്നീട് ആ കുട്ടീനെയും വിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ മറ്റേ ആക്രി പറക്കുന്ന ഒരു അപ്പൂപ്പനില്ലേ, ആ അപ്പൂപ്പൻ അതുവഴി നടന്നു പോകുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അപ്പൂപ്പന്റെ ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ലിസയുടെ പിന്നാലെ ആ കുട്ടി നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ അപ്പൂപ്പൻ ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ ലിസ കുട്ടീനെയും വിളിച്ച് കംഫോർട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു മുയൽ കുഞ്ഞിനെ കാണുകയാണ്. കുറച്ചധികം മുയൽ കുഞ്ഞിനെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നു. അവിടെ ചെന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലിസ പൈസ കൊടുത്ത് ആ ഒരു മുയൽ കുഞ്ഞിനെ വാങ്ങിച്ച് അവൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടി ആ മുയൽ കുഞ്ഞിനെയും കൊണ്ട് ലിസയുടെ പിന്നാലെ ചെല്ലും. അത് ലിസയുടെ വീട്ടില്. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ചോദിക്കുന്ന ഒരു കാര്യത്തിനും മറുപടി പറയുന്നില്ല. അവസാനം ലിസ ചോദിക്കും, നിനക്ക് ഈ മുയൽ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമല്ലേ? ഞാൻ പറയുന്നത് കണക്ക് കേട്ടില്ലെങ്കിൽ ഈ മുയൽ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കളയും. നീ ഞാൻ പറയുന്ന കണക്ക് തന്നെ കേൾക്കണമെന്ന് പറയുമ്പോൾ ആ കുട്ടി സമ്മതിക്കും, ആ ഒരു മുയൽ കുഞ്ഞിനെ ഓർത്തുകൊണ്ട്. ഈ സമയം മാക്സ് ആണെങ്കിൽ ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ തിരക്കി ആക്രിയൊക്കെ പറക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അതുമല്ല തൊട്ട് സൈഡിൽ തന്നെ ആ ആക്രിയൊക്കെ പറക്കുന്ന അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പനെ അടുത്തോട്ട് വിളിക്കും. അങ്ങേരോട് ചോദിക്കും. ഈ മാക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കലാകാരനാണ് കേട്ടോ. അവൻ ആ കുട്ടിയുടെ ഡ്രോയിങ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പടം കാണിച്ചിട്ട് ഈ കുട്ടിയെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ ഒന്ന് ചിരിച്ചു കാണിക്കുകയാണ്. മാക്സിന് മനസ്സിലായി ഈ അപ്പൂപ്പൻ കണ്ടിട്ടുണ്ടെന്ന്. എന്നാൽ അപ്പൂപ്പ പറഞ്ഞു
കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനെ ചേർത്ത് പിടിക്കും. ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് അപ്പൂപ്പനോട് മിരട്ടിക്കൊണ്ട് ചോദിക്കും. എന്നാൽ അപ്പൂപ്പൻ പറയുന്നില്ല. പകരം അപ്പൂപ്പൻ ആ ഒരു ബുക്ക് തട്ടിപ്പറിച്ച് മാക്സിന്റെ കൊടുത്തിട്ട് ഡ്രോയിങ്സ് വരച്ചു തരുന്ന രീതിയിൽ നിൽക്കും. അതായത് മാക്സ് ആ അപ്പൂപ്പന് ആ ഡ്രോയിങ്സ് വരച്ചു കൊടുക്കണമെന്ന്. ഈ അപ്പൂപ്പന് സംസാരശേഷി ഇല്ല കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ ഭയങ്കര ജാടകൾ അവിടെ പോയി അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൂപ്പന്റെ ഡ്രോയിങ്സ് വരയ്ക്കാനായിട്ട്. മാക്സിന് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ മാറിയിരുന്ന് ആ ഒരു പടം വരയ്ക്കും. ഇവനത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, മനുഷ്യ ഇറച്ചി കഴിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഒരാളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഈ അപ്പൂപ്പനെ വേണമെങ്കിൽ അവൻ അടിച്ച് പറയിപ്പിക്കാറുന്നല്ലോ. എന്നാൽ അപ്പൂപ്പന്റെ പടം വരച്ചിട്ടല്ലേ അപ്പൂപ്പനോട് ചോദിക്കുന്നത്. എന്തായാലും ആ ഒരു പടം വരച്ച് അപ്പൂപ്പന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൂപ്പന് സന്തോഷമാവുന്നുണ്ട്. ആ ഒരു പടം കീറിയെടുത്തതിന് ശേഷം ആ കുട്ടിയുടെ പടത്തിനകത്ത് കംഫോർട്ടിൽ പോയി അന്വേഷിക്കുന്ന എഴുതി കൊടുക്കും. അപ്പൂപ്പന് സംസാരിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ മാക്സിന് മനസ്സിലായി കംഫോർട്ടിൽ പോയി അന്വേഷിച്ചാൽ ആ ഒരു കുട്ടീനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുമെന്ന്. എന്നാൽ അവന് കംഫോർട്ടിൽ കയറാനായിട്ട് കഴിയത്തില്ല. അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. ബ്രിഡ്ജിലുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നാൽ എന്തായാലും കൊന്നുകളയും. തോക്ക് വെച്ച് തന്നെ വെടിവെച്ച് കൊന്നുകളയും. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. കട്ട് ചെയ്താൽ ലിസേനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ലിസ ആ കുഞ്ഞിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട്. ലിസയുടെ മേക്കപ്പ് ഇടിയിപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ കൊണ്ട്. ആ കുഞ്ഞും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒരു പാർട്ടിക്ക് ചെല്ലും. ആ കുഞ്ഞാണെങ്കിൽ ലിസയുടെ പിന്നാലെ ആ ഒരു മുയൽക്കുഞ്ഞിനെയും പിടിച്ച് നടന്നു പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തിന്റെ മേയർ, ഈ കംഫർട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ മേയർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ ഇത്തിരി ഹൈ ക്ലാസ്സിലാണ് ജീവിക്കുന്നത്. അയാൾ വന്നിട്ട് എല്ലാവർക്കും ഒരു പ്രസംഗം കൊടുക്കും. എല്ലാവരും അയാൾക്കൊത്തങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും അയാളെ ഇഷ്ടമാണ്. പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിസ ഒരു ക്യൂവിൽ പോയി നിന്ന് നാക്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്. എന്തോ ഒരു ഡ്രഗ്സ് പോലെയാണ്. അത് നാക്കിൽ വെക്കുന്ന സമയത്ത് കിക്ക് കിട്ടും. അത് വാങ്ങുന്നുണ്ട്. എന്നാൽ ഈ സമയം കുട്ടിയാണെങ്കിൽ അങ്ങനെ നടക്കുമ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന മുയൽ താഴെ പോവാണ്. അതിങ്ങനെ ചാടി ചാടി പോവും. അതിന്റെ പിന്നാലെ ചെല്ലും. ഈ മുയൽക്കുഞ്ഞ് നേരെ ചെല്ലുന്നതാവട്ടെ മേയറിന്റെ ഭാര്യയുടെ അടുത്താണ്. മേയർ ആ മുയൽക്കുഞ്ഞിനെ എടുത്തിട്ട് ഇത് നിന്റെ മുയലാണോ എന്ന് ചോദിക്കും. ആ കുഞ്ഞിനോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. ഭാര്യയ്ക്കും ഈ കുഞ്ഞിനെ കൊണ്ടുപോയാലോ എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മേയറും ഭാര്യയും കൂടെ ഈ കുഞ്ഞിനെയും മുയൽക്കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അവർ ഈ കുട്ടീനെ അങ്ങ് എടുത്തു. ഈ നേരം ലിസയാണെങ്കിൽ ആ അടിച്ച ഡ്രഗ്സിന്റെ കിക്കില് അങ്ങനെ കറങ്ങി നടക്കുകയാണ് ആ ഒരു സ്ഥലത്തൂടെ. അവസാനം കറങ്ങി കറങ്ങി കംഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പുറത്ത് വരും. അവിടെ നിന്നും കുറെ അധികം നടന്ന് മരുഭൂമിയുടെ നടുക്ക് വരികയാണ്. അവൾ അവിടെ വന്ന് ആകാശത്ത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് മാക്സ് വരുന്നത്. മാക്സ് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ നടു റോഡിൽ നിൽക്കുന്നു. നടു റോഡല്ല, നടു മരുഭൂമിയിൽ നിൽക്കുന്നു. അവൾ എന്താണ് നോക്കുന്നതെന്ന് അറിയാനായിട്ട് അവനും പോയി നോക്കും. ഇവനെ കാണുമ്പോൾ അവൾക്ക് അട്രാക്ഷൻ തോന്നുകയാണ്. ഇവന്റെ ചുറ്റും അങ്ങനെ നടന്നു നോക്കും. ഇവന്റെ വലിപ്പം അളന്ന് നോക്കും. എന്നിട്ട് പതിയെ അവന്റെ അടുത്ത് വന്ന് അവന്റെ നെഞ്ചത്ത് തല വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. ബോധം വരുമ്പോൾ അവൾക്ക് കാലില്ല കേട്ടോ. അതായത് ആ വെപ്പ് കാലില്ല. അവൾ പെട്ടെന്ന് ചാടി എണീക്കുമ്പോഴായിരിക്കും മാക്സ് അങ്ങോട്ട് വരുന്നത്. മാക്സ് അവളുടെ മുമ്പിൽ ഒരു കണ്ടീഷൻ വെക്കും. നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരത്തില്ല. നീ നടു മരുഭൂമിയിലാണുള്ളത്. നിന്നെ ഞാൻ വേണമെങ്കിൽ കംഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടാക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു പെൺകുട്ടീനെ കണ്ടോ? ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഡ്രോയിങ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ പെൺകുട്ടീനെ അവൾ കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കണം. ആർക്ക്? മാക്സിന് കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കണം ആ കംഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ കൊണ്ടാക്കാന്ന് പറയും. ഇനി അവള് ആ കുട്ടീനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ മാക്സ് അവൾ അവിടെ തിരക്കി വരും. അവിടെ വെച്ച് തന്നെ അവളെ കൊന്നുകളയെന്ന് പറഞ്ഞ് മിരട്ടുന്നുണ്ട്. അവൾ അതിന് തലയാട്ടാണ് ആ ഒരു കുഞ്ഞു കുട്ടീനെ ഇവള് കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കാന്ന്. എന്നാൽ ഇവള് പറയുന്നില്ല ആ കുട്ടീനെ എവളാണ് വിളിച്ചുകൊണ്ട് പോയെന്ന്. അറിയാത്ത മട്ടിലാണ് നിൽക്കുന്നത്. ആ കുട്ടീനെ എനിക്ക് അറിയത്തില്ല എന്ന്. അങ്ങനെ അവളുടെ വെപ്പുകാലം അവൾക്ക് കൊടുത്തിട്ട് മാക്സ് ആദ്യം തന്നെ നടക്കും. അവന്റെ പിന്നാലെ ലിസയും ചെല്ലുകയാണ്. ലിസ പകുതി വഴി എത്തുമ്പോൾ സിഗരറ്റ് വലിക്കാനായിട്ട് സിഗരറ്റ് എടുക്കും. എന്നാൽ മാക്സ് വലിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ഇവൾക്ക് ദാഹിയെന്ന് പറഞ്ഞിട്ടാണ് ആ സിഗരറ്റ് എടുത്ത് വലിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ സിഗരറ്റ് വലിച്ചാൽ കുറച്ചുകൂടെ ദാഹം വരത്തേ ഉള്ളൂ. അങ്ങനെ മാക്സ് വലിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാവട്ടെ ദൂരെ നിന്നൊരു സ്കൂട്ടിയിൽ ആരോ അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന് അവസാനം നോക്കുമ്പോൾ അത് വലിയൊരു മനുഷ്യനാണ്. അയാൾ ഒരു പെട്രോൾ ക്യാൻ എടുത്തോണ്ട് വന്ന് അവരുടെ മുമ്പിൽ വെക്കുകയാണ്. ലിസേനെ കൊടുക്കുകയാണെങ്കിൽ ആ പെട്രോൾ ക്യാൻ എടുത്തിട്ട് മാക്സിന് അവിടെ നിന്ന് പോവാന്ന് പറയും. ആ പെട്രോൾ ക്യാൻ കൊടുത്തിട്ട് അതിനകത്ത് പെട്രോൾ ഉണ്ട്. ആ പെട്രോൾ മാക്സിന് കൊടുത്തിട്ട് ലിസേനെ വാങ്ങാനായിട്ട്. ഈ മാക്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ലിസേനെയും പിടിച്ചു വന്ന് ആ ഒരു മനുഷ്യന് കൊടുത്തിട്ട് ആ പെട്രോൾ ക്യാനും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ലിസ മാക്സിമം കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് എന്നെ കൊടുക്കല്ലേന്ന്. എന്നാൽ ആ ഒരു വലിയ മനുഷ്യൻ ലിസേനെ എടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോൾ മാക്സ് ദൂരോട്ട് മാറിയിട്ട് അവന്റെ കത്തി എടുത്ത് ആ മനുഷ്യന്റെ നേരെ അങ്ങോട്ട് എറിയാണ്. അയാളുടെ കാലിലും കഴുത്തിലും തലയിലൊക്കെ പോയിക്കൊണ്ട് അങ്ങേര് മരിച്ച് തറയിൽ വീഴുന്നുണ്ട്. ലിസ രക്ഷപ്പെട്ടിട്ടുണ്ട്. മാക്സ് അങ്ങനെ ലിസനെ വിട്ടുകൊടുക്കത്തില്ല. കാരണം ആ കുട്ടീനെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും വിട്ടുകൊടുക്കത്തില്ല. ആ മനുഷ്യനെ കൊന്നു കഴിഞ്ഞിട്ട് അയാളുടെ അടുത്ത് വന്ന് അയാളുടെ ദേഹത്ത് കുത്തിയിരിക്കുന്ന വാളൊക്കെ വലിച്ചൂരിയിട്ട് അയാളുടെ തലയ്ക്ക് പലതവണയായിട്ട് വെട്ടും. അല്പജീവനുള്ള അയാളെ കൊന്നുകളയും. പിന്നീട് അയാളുടെ കൈ ഒരെണ്ണം വെട്ടിയെടുക്കുകയാണ്. ആ കൈ എടുത്ത് മാക്സ് സ്കൂട്ടിയിൽ വന്ന് കയറും. ലിസയെ കൂടെ വിളിക്കും. ലിസ ഇതൊക്കെ കണ്ട് ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇനി അവന്റെ കൂടെ പോയ ലെവൻ കൊണ്ടുപോയി അവളെ തിന്നൊന്നൊരു പേടി. എന്തായാലും അവള് സ്കൂട്ടിയിൽ കയറിപ്പോവും. പോകുന്ന വഴിക്ക് തന്നെ അവൾക്ക് മൂത്രമൊഴിക്കണം. അതുകൊണ്ട് തന്നെ സ്കൂട്ടി ഒതുക്കി കൊടുക്കുകയാണ്. അവൾ മൂത്രമൊഴിക്കാനായിട്ട് ഒരു കുറ്റിക്കാട്ടി പോകും. അങ്ങനെ മാക്സ് ഇടയ്ക്കിടയ്ക്ക് അവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു പൊടിക്കാറ്റ് അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ മാക്സ് ഒരു വെള്ള തുണി എടുത്ത് അവളുടെ അടുത്ത് പോയി ആ ഒരു വെള്ള തുണി അവളുടെയും എവന്റെയും മണ്ടയിലിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, പൊടിക്കാറ്റ് അടിക്കാതിരിക്കാനായിട്ട്. ആ സമയം ലിസയ്ക്ക് അവനോട് ചെറുതായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. അവൾ അവന് കിസ് കൊടുക്കാനൊക്കെ
കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്, എന്നാൽ കൊടുക്കുന്നില്ല. രാത്രി വന്ന സമയത്ത് ലിസയും മാക്സും കൂടെ റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ആ ഒരു മനുഷ്യന്റെ കൈയൊക്കെ ചുട്ട് തിന്നിരിക്കുകയാണ് മാക്സ്. പക്ഷെ ലിസ കഴിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ലിസ അവനോട് നല്ല കമ്പനി ഉള്ളതുപോലെ സംസാരിച്ചു തുടങ്ങും. നിന്റെ സ്ഥലം എവിടാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്, നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവനും അതിൽ വീഴുന്നു പോവാണ്. കാരണം അവൾ ഇത്രയധികം കമ്പനിയായിട്ട് സംസാരിക്കുന്നില്ലേ. എന്നാൽ അവള് കമ്പനിയായിട്ട് സംസാരിച്ച് അവന്റെ അടുത്ത് ചെന്ന് അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കത്തി അടിച്ചു മാറ്റും. ആ കത്തി എടുത്ത് അവന്റെ നേരെ ചൂണ്ടുകയാണ്. എന്നാൽ അവന് ലിസേനെ പേടിയില്ല. ഇവളുടെ അടുത്തോട്ട് അങ്ങനെ ചെല്ലുകയാണ്. ആ കത്തിയുടെ നേരെ ചെന്നിട്ട് കത്തിയുടെ മുമ്പിൽ നിൽക്കും. ഇവൾ എന്തായാലും അവനെ ഉപദ്രവിക്കത്തില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. ഇവൾ അവനിൽ അട്രാക്ട് ആവുന്നുണ്ട്. അവനൊരു കിസ് കൊടുക്കാനായിട്ട് അടുത്തങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ മാക്സിന്റെ ദേഹത്ത് വെടി കൊണ്ടിട്ടുണ്ട്. അങ്ങോട്ടൊരു മനുഷ്യൻ വരികയാണ് തോക്കുമായിട്ട്. ആ മനുഷ്യൻ വിചാരിക്കുന്നത് ലിസേനെ ആ ഒരു മനുഷ്യൻ കൊല്ലാനായിട്ട് പോവാണെന്നാണ്. ഇപ്പൊ മാക്സിന് ബോധം ഇല്ലല്ലോ, അതായത് വെടി കൊണ്ട് അത്യാവശ്യം ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ ലിസയോട് പറയും, എന്റെ കൂടെ വാ, ഞാൻ നിന്നെ കംഫർട്ടിൽ കൊണ്ടാക്കാന്ന്. അങ്ങനെ ആ ഒരു മനുഷ്യൻ സ്കൂട്ടി എടുക്കുകയാണ്. ലിസേനെ കൂടെ വിളിക്കും. അവൾക്ക് മാക്സിനെ വിട്ടു പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്നാൽ അവന്റെ കൂടെ നിൽക്കാനായിട്ട് ചെറിയൊരു പേടി. എന്തായാലും അവള് നടന്ന് സ്കൂട്ടിയിൽ കയറിയിട്ട് അവളൊന്ന് പോവാണ്. മാക്സ് ആണെങ്കിൽ വെടിയൊക്കെ കൊണ്ട് ചോര വാർന്ന് അങ്ങനെ നിൽക്കുകയാണ്. ലിസയും അതുപോലെ തന്നെ ആ മനുഷ്യനും വരുന്നത് നേരെ കംഫർട്ടിലാണ്. ആ മനുഷ്യൻ ലിസേനെ അവിടെ കൊണ്ടാക്കുന്നുണ്ട്. ലിസ പതി അവളുടെ വീട്ടിൽ പോവാണ്. എന്നാൽ അവൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അവള് വഴിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. ഉറക്കമൊന്നുമില്ല, അങ്ങനെ കിടക്കുകയാണ് മാക്സിനെ പറ്റി ആലോചിച്ചിട്ട്. അത്രയധികം കുറ്റബോധം ഉണ്ട് അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവള് ആ മരുഭൂമിയിലോട്ട് ഇറങ്ങും. അങ്ങനെ നടന്നു പോവാണ് അവന്റെ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ നടന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഇവർ സ്റ്റേ ചെയ്ത ആ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ മാക്സിനെ കാണാനില്ല. കുറേയധികം ചോര മാത്രമേ അവിടെ കിടപ്പുള്ളൂ. അതുപോലെ തന്നെ അവൻ വരച്ച ആ ഒരു ഫോട്ടോയൊക്കെ അവിടെ കിടപ്പുണ്ട്. ആ ഒരു കുട്ടിയുടെ ഡ്രോയിങ്സ് എല്ലാം അതെടുത്ത് അവള് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ മാക്സ് അവിടെ പോയെന്ന് നോക്കിയാൽ ആ അപ്പൂപ്പ മാക്സിനെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തേക്കാണ്. അവന്റെ മരുന്നിനൊക്കെ ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ കുറച്ച് കാക്കകളുണ്ട് കേട്ടോ. ഈ അപ്പൂപ്പ മാറി ഇരുന്നിട്ട് ആ കാക്കകൾക്ക് ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. ആ കാക്ക അടുത്ത് വന്നതും അതിനെ ഷർട്ട് ഊരി പിടിച്ച് അതിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അതിനെ കൊന്നുകളയും. അന്നത്തെ രാത്രിയിലത്തെ ഫുഡാണ്. രാത്രി ഇരുന്ന് ഫുഡ് വേവിക്കുന്നുണ്ട്. കുറച്ചെടുത്ത് അപ്പൂപ്പനും കഴിക്കും. ബോധം ഇല്ലാതെ കിടക്കുന്ന മാക്സിന് നേരെ നീട്ടുന്നുണ്ട്. അവന് ചെറിയൊരു ബോധം ഉണ്ട് കേട്ടോ. അവനും അതങ്ങനെ കഴിക്കുകയാണ്. എന്നിട്ട് അപ്പൂപ്പനെ നോക്കും. നേരത്തെ ഈ ഒരു പാവം മനുഷ്യനെയാണല്ലോ പിടിച്ച് മിരട്ടിയത്. എന്നാൽ ഈ അപ്പൂപ്പൻ ഒരു പാവം മനുഷ്യനാണ്. പിറ്റേ ദിവസം ലിസ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അവന്റെ ഡ്രോയിങ്സ് ഒക്കെ നോക്കുകയാണ്. അത് കാണുമ്പോൾ അവൾക്ക് കുറ്റബോധം. ആ ഒരു കൊച്ചു പെൺകുട്ടിനെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്കിലുള്ള ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഒരു ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് വന്ന് പ്രിന്റ് എടുക്കും. എന്നിട്ട് ഓരോ കടകളിലും മാർക്കറ്റിലും പോയി അന്വേഷിക്കും ആ ഒരു കൊച്ചു കുട്ടീനെ കണ്ടോന്ന്. എത്ര അന്വേഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ മാറി വിഷമിച്ചിരിക്കുകയാണ്. അന്നേരമായിരിക്കും മേയറിന്റെ ടീംസ് എല്ലാം കൂടെ ആ ഒരു സ്ഥലത്തുനിന്ന് മേയറിന്റെ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. മേയറിന് വേറൊരു കോട്ടയുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമം അല്ലാതെ വേറൊരു കോട്ട. അങ്ങോട്ട് എല്ലാവരും കൂടെ പോകാനായിട്ട് തയ്യാറെടുപ്പ് എടുക്കുകയാണ്. ആ പോകുന്ന ആൾക്കാരുടെ കൂടെ തന്നെ ആ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. ഇത് ലിസ കാണുന്നുണ്ട്. പക്ഷെ നേരിട്ട് എന്ന് ചോദിക്കാനൊന്നും കഴിയത്തില്ല. കൊച്ചു പെൺകുട്ടീനെ കൊടുക്കത്തില്ല. ആ ഒരു കൊച്ചു പെൺകുട്ടീനെ മേയറിന്റെ ഭാര്യ വിളിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിക്കുകയാണ്. അതിനിടാനായിട്ട് നല്ല ഡ്രസ്സുണ്ട്, കഴിക്കാനായിട്ട് നല്ല ഫുഡുണ്ട്. അതെല്ലാം ആ പെൺകുട്ടി നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. മേയറും ഭാര്യയും തൊട്ടടുത്ത് തന്നെ ഇരുവുണ്ട്. പിറ്റേ ദിവസം അപ്പൂപ്പനാണെങ്കിലും മാക്സിനെ വിളിച്ചൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. മാക്സിനെ വലിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് ഒരു വണ്ടിയിൽ ഇരുത്തിയിട്ട്. എന്നിട്ട് അവനെ നേരെ കൊണ്ടുവരുന്നതാവട്ടെ ഒരു സ്കൂട്ടിയുടെ അടുത്താണ്. ആ സ്കൂട്ടി എടുത്ത് അവനോട് തിരിച്ചു പോകാനായിട്ട് ആംഗ്യം കാണിക്കും. എന്നാൽ അവൻ എങ്ങോട്ട് പോകണം, ഏതാ സ്ഥലം ഒന്നും അറിയത്തില്ല. അപ്പൂപ്പനോട് അത് പറയും, അപ്പൂപ്പ പോവല്ലേ, എനിക്ക് പോകാനായിട്ട് സ്ഥലം അറിയത്തില്ല എന്ന്. തിരിച്ചു പോയ അപ്പൂപ്പനാണെങ്കിൽ പതിയെ അവന്റെ അടുത്ത് വന്ന് അവനൊരു സാധനം എടുത്ത് കൊടുക്കുകയാണ്. ഒരു കുട്ടികളുടെയൊക്കെ കളിപ്പാട്ടം. അതെടുത്ത് കൊടുത്തിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കത്തി വാങ്ങിച്ചിട്ട് അപ്പൂപ്പൻ അവിടെ നിന്ന് തിരിഞ്ഞു പോകും. അവൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവനും ആകെ വണ്ടടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൂപ്പൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും ലിസേനെ കാണിക്കുകയാണെങ്കിൽ ലിസയ്ക്ക് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. അവൾക്ക് അത്രയധികം കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേയറിന്റെ കോട്ടയിൽ ചെല്ലും. അവിടെ ചെന്ന് ബെല്ലടിച്ച് അവൾ അകത്ത് കയറുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ കുറെ അധികം സ്ത്രീകളുണ്ട്. അവരിൽ പല ആൾക്കാരും പ്രഗ്നന്റ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ മേയർ ആണെങ്കിൽ പല സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയാക്കും. ഒന്നും രണ്ടും ഭാര്യമാരല്ല, പല ഭാര്യമാരുണ്ട്. അവര് ചില ആൾക്കാരൊക്കെ പ്രഗ്നന്റ് ആണ്. എന്നാൽ ഈ മേയർ അവർക്ക് എല്ലാവർക്കും നല്ല ജീവിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കും. നല്ല ഫുഡ്, നല്ല വസ്ത്രം, നല്ല ജീവിതം. അതുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ അവൾ അവിടെ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാവട്ടെ മേയർ അവളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് കുടിക്കാനായിട്ട് എന്തോ ഒരു മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ വിളിച്ച് മാറി ഇരുന്ന് സംസാരിക്കും. നിനക്ക് ഇങ്ങനത്തെ ജീവിതം വേണോ, ഇവർ ആഗ്രഹിക്കുന്ന നടക്കുന്ന ജീവിതം വേണോന്ന്. ലിസെ അതിന് സമ്മതിക്കാണ്. ഇവരുടെ പോലത്തെ നല്ലൊരു ജീവിതം എനിക്കും വേണോന്ന്. അതായത് ഇയാളുടെ ഭാര്യമാരിൽ ഒരാളായിട്ട് എവളും ജീവിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ ഭാര്യമാരിൽ ഒരാളെ വിളിക്കും. നമ്മൾ നേരത്തെ ഒരു ഭാര്യനെ കണ്ടില്ലേ, ആ ഭാര്യനെ വിളിച്ചിട്ട് ലിസയ്ക്ക് ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ആ ഒരു ഭാര്യ ലിസനെ വിളിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ് റൂം കൊടുക്കാനായിട്ട്. ആ ഒരു ഭാര്യ നല്ല സ്നേഹത്തിൽ ലിസയുടെ മുടിയൊക്കെ കോതി കൊടുക്കുകയാണ്. പിന്നീട് ലിസ ബാത്റൂമിൽ വരും കുളിച്ച് വൃത്തിയാവാനായിട്ട്. എന്നാൽ അവൾ അവിടെ വന്നിട്ട് കുളിച്ച് വൃത്തിയാവുന്നൊന്നുമില്ല. പകരം അവളുടെ വെപ്പുകാൽ ഊരാണ്. ആ വെപ്പുകാലിൽ തന്നെ അവൾ തോക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് താഴെ ഇടും. എന്നാൽ ഈ ശബ്ദം പുറത്തിരിക്കുന്ന ഭാര്യ കേൾക്കുന്നുണ്ട്. അവർ ബാത്റൂമിന്റെ അടുത്ത് വന്നിട്ട് കൊട്ടും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. ലിസയാണെങ്കിൽ തോക്കൊക്കെ റെഡിയാക്കി അവളുടെ വെപ്പുകാലൊക്കെ വെച്ചിട്ട് ആ ഒരു ഡോറിന്റെ അടുത്ത് വരും. ആ ഒരു ഭാര്യനെ അകത്തോട്ട് വിളിക്കുക. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാര്യ അകത്തോട്ട് കയറിയതും അവരുടെ
അവരുടെ വയറ്റിനകത്തോട്ട് ഈ തോക്ക് ചൂണ്ടാണ്. അവരുടെ വയറ്റിലൊരു കുട്ടിയുണ്ട്, അതിന് കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടാണ് തോക്ക് ചൂണ്ടിയിരിക്കുന്നത്. ആ ഒരു ഭാര്യയും കൊണ്ട് ലിസ പുറത്ത് വന്നിട്ടുണ്ട്. കുറെ ലേഡികളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, തോക്കൊക്കെ ആയിട്ട്. ഇതെല്ലാം മേയറിന്റെ ഭാര്യമാരാണ്. മേയറും ഈ വിവരം അറിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കൂടെ തന്നെ ആ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്, പിന്നെ ആ ഒരു മുയൽക്കുട്ടിയുണ്ട് ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ. ലിസ വിളിച്ചു പറയും, ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് മേയറിനെ മിരട്ടുന്നുണ്ട്. നിങ്ങൾ ആ കുട്ടീനെ താഴോട്ട് പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലുള്ള കുട്ടീനെ ഞാൻ വെടിവെച്ച് കൊന്നുകളയും. ഈ ഭിത്തിയിലെല്ലാം ചോര തെറിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? ഇത് കേട്ട് പേടിച്ചിട്ട് മേയർ കുട്ടീനെ താഴോട്ട് വിളിച്ചോണ്ട് വരികയാണ്. അവൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി പോകുന്ന സമയത്ത് അവളോട് പ്രത്യേകം പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്, അത് കളഞ്ഞിട്ട് പോകാൻ പാടില്ല എന്ന്. എന്നാൽ ലിസ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കുട്ടീനെയും വിളിച്ച് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി പോവാണ്. അവൾക്ക് ഈ ജീവിതമൊന്നും വേണ്ട. ഇയാളുടെ കൂടെ 10-100 ഭാര്യമാരിൽ ഒരാളായിട്ട് ജീവിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ അവൾ ആ കുട്ടീനെയും ഭാര്യനെയും വിളിച്ചൊരു വണ്ടിയിൽ വന്ന് കയറും. ഭാര്യയുടെ തലയിൽ തോക്ക് വെച്ചിട്ടുണ്ട്. ഭാര്യ ഇല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ലല്ലോ. അങ്ങനെ ഭാര്യയും വിളിച്ച് ഗേറ്റിന്റെ പുറത്ത് വരും. പുറത്ത് വന്നിട്ട് ഭാര്യയെ വണ്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ആ കോട്ട, അങ്ങോട്ട് നടന്നു പോയാൽ മതി. ഭാര്യനെ അവിടെ ആക്കിയതിനു ശേഷം ലിസയും അതുപോലെ തന്നെ ഈ കുട്ടിയും കൂടെ വണ്ടി എടുത്ത് മരുഭൂമിയിൽ കൂടെ അങ്ങനെ പോവാണ്. അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ദൂരെ നിന്നായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. പക്ഷെ ആരാന്നറിയത്തില്ല. അവൾ പതിയെ വണ്ടി ഒതുക്കിയതിനു ശേഷം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും. അവളുടെ കയ്യിലിരിക്കുന്ന തോക്കെടുക്കുകയാണ്. ഇനി ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതാണെങ്കിൽ തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിട്ട് പോരെ. അങ്ങനെ ആ വണ്ടിക്കാരൻ അടുത്തോട്ട് വരുമ്പോൾ അത് മറ്റാരും അല്ല, അത് മാക്സ് തന്നെയാണ്. മാക്സ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ലിസ കുട്ടീനെ വിളിച്ച് വന്നിട്ടുണ്ട്. കുട്ടിയാണെങ്കിൽ അച്ഛനെ കണ്ട ഉടനെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. മാക്സ് കുട്ടീനെ എടുത്ത് ഇങ്ങനെ കറക്കും. അങ്ങനെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് ശേഷം ലിസനെ വന്ന് കാണും. ലിസയോട് കംഫോർട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് പറയും. എന്നാൽ അവൾക്ക് ഇനി അങ്ങോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. മേയർ എന്തായാലും അവളെ തട്ടിക്കളയും, ഇല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പോകില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നെന്ന് പറയും. എന്നാൽ മാക്സ് കേൾക്കില്ല. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ മരുഭൂമിയിൽ കിടന്ന് തന്നെ നീ ചത്തുപോകും, നിന്നെ ഉപദ്രവിക്കാനായിട്ട് ആൾക്കാർ വരും, അതുകൊണ്ട് നീ എന്റെ കൂടെ വരണ്ടെന്ന് പറയുമ്പോൾ ലിസയാണെങ്കിൽ പതിയെ മാക്സിന്റെ കയ്യിൽ പിടിക്കുകയാണ്. നല്ല റൊമാൻറ്റിക് ആയിട്ട് അവനെ നോക്കുന്നുണ്ട്. അവൾക്ക് അവനെ ഇഷ്ടമാണ്. എന്നാൽ ഇത് കാണുന്ന കുട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല. അച്ഛന്റെ കയ്യിൽ വേറൊരു സ്ത്രീ പിടിച്ചേക്കുന്ന ഇഷ്ടപ്പെടുമോ? കൈ തട്ടി മാറ്റിയിട്ട് അച്ഛനോട് പറയും, അച്ഛൻ എനിക്ക് വിശക്കുന്നുണ്ട്, അവിടുത്തെ ആ ഒരു മനുഷ്യൻ എനിക്ക് നൂഡിൽസ് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടേസ്റ്റ് ആയിരുന്നു, അച്ഛൻ എനിക്ക് നൂഡിൽസ് തരണമെന്ന് പറയുമ്പോൾ മാക്സ് ആണെങ്കിൽ കുട്ടീനെ ലിസന്റെ ഏൽപ്പിച്ചിട്ട് ആ ഒരു മുയൽ കുഞ്ഞിനെ വാങ്ങിച്ച് അവിടെ നിന്ന് മാറിപ്പോകും. ലിസ കുഞ്ഞിന്റെ കണ്ണ് പൊത്തി പിടിക്കുന്നുണ്ട്. മാക്സ് പോയിട്ട് ആ മുയലിനെ കഴുത്ത് തിരിച്ച് കൊന്നു കളയാണ്. അന്നത്തെ രാത്രിയിലത്തെ ഫുഡ് മറ്റൊന്നുമല്ല, മുയലിറച്ചിയാണ്. ആ മുയലിനെ വെച്ച് തിന്നുന്നുണ്ട്. ഈ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് മാക്സും അതുപോലെ തന്നെ ലിസയും റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നുണ്ട്. ഇവരെന്തായാലും ഫ്യൂച്ചറിൽ നല്ല കപ്പിൾസ് ആയിട്ട് ജീവിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.